ഹലോ നമസ്കാരം. ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മുട്ടക്കറിയാണ്. നാളികേരം അരച്ച് ചേർത്ത് നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന വളരെ രുചികരമായ ഒരു മുട്ടക്കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ചോറിനും അപ്പത്തിനും നൂൽപുട്ടിനും ചപ്പാത്തിക്കും അങ്ങനെ എല്ലാ വിഭവങ്ങൾക്കും ഒരുപോലെ ചേരുന്ന നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു നാടൻ മുട്ടക്കറി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റിയായ മുട്ടക്കറി വളരെ എളുപ്പത്തിലുണ്ടാക്കാം. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങിയെടുക്കണം. മുട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട പുഴുങ്ങുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിയുപ്പ് ചേർക്കുന്നത്. ഇനി അടുപ്പത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. മുട്ട പുഴുങ്ങിയെടുക്കുന്ന നേരം കൊണ്ട് ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കാം. ഞാൻ 5 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. 3 സാമ്പാർ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ സ്വാദിന് വേണ്ടി മാത്രമാണ് പച്ചമുളക് ചേർക്കുന്നത്. എരിവിന് വേണ്ടി മുളക് പൊടി ചേർക്കും. അതുകൊണ്ട് സാമ്പാർ പച്ചമുളക് 3 എടുത്തു. പിന്നെ 2 തക്കാളി എടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി. ഇനി ഇതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കണം. മുട്ട നന്നായിട്ട് തിളച്ച് വെന്തു. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. അടുപ്പത്തുനിന്ന് മാറ്റി കഴിഞ്ഞാലുടൻ ഈ വേവിച്ച മുട്ടയൊക്കെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് വയ്ക്കും കേട്ടോ. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണത്തെ പച്ചവെള്ളമാണ്, കോൾഡ് വാട്ടർ ഒന്നുമല്ല. സാധാരണത്തെ പച്ചവെള്ളത്തിലേക്ക് ഈ മുട്ട ചുടുവെള്ളത്തിൽ നിന്നും നേരെ മാറ്റി വയ്ക്കും. അങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ മുട്ട പെട്ടെന്ന് സെറ്റാവും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മുട്ടക്കറിയൊക്കെ വെക്കാൻ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്തു. ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ സവാളയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം സവാള ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് മാറി. ഇത്രയും വഴറ്റിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നത് നല്ലതാണ് കേട്ടോ. സ്റ്റൗ സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അടച്ചു വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ ഇരട്ടി മല്ലിപ്പൊടി, അതായത് 4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികൾ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുത്തു. പൊടികളുടെ പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. സാധാരണത്തെ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി, ചുടുവെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാനിതിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിക്ക് തിക്നെസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയതുകൊണ്ടാണ് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇതിലിനി നാളികേരം അരച്ച് ചേർക്കും. അപ്പോൾ കുറച്ചുകൂടി തിക്കാവും കറി. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പം തന്നെ ചേർക്കണം. നാളികേരം ചേർത്തതിന് ശേഷം കറി തിളപ്പിക്കില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് തിളയ്ക്കട്ടെ. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് കുറച്ച് നാളികേരം ചിരകിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് നന്നായി അരച്ചെടുത്തു. നാളികേരം അരച്ചെടുക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിക്ക് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, നാളികേരം ചേർത്തതിന് ശേഷം നമ്മൾ ഈ കറി തിളപ്പിക്കില്ല. അതുകൊണ്ട് നാളികേരത്തിലധികം വെള്ളം വേണ്ട, കട്ടിക്ക് അരച്ചെടുക്കുക. കറി നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി ഈ തിളച്ച കറിയിലേക്ക് നമ്മൾ നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കും കേട്ടോ. നാളികേരം ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അപ്പോൾ ഞാനിത് നാളികേരം അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. നാളികേരം ചേർത്തതിന് ശേഷം കറി തിളപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് ചൂടാക്കി എടുക്കണം. അങ്ങനെയാണ് ഈ കറി തയ്യാറാക്കേണ്ടത്. നാളികേരം ഒഴിച്ചിട്ട് കറി തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കും.
പിന്നെ അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ നാളികേരം ഒഴിച്ചതിന് ശേഷം കറിയുടെ അടുത്തുനിന്ന് മാറരുത് കേട്ടോ. അവിടെ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അത് തിളവ് വരുന്നു എന്ന് തോന്നുമ്പോൾ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്ത് ഇത് നന്നായി ചൂടാക്കി എടുക്കുക. കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 മുട്ടയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ അതിങ്ങനെ വരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ വരഞ്ഞെടുക്കുന്നതിന് പകരം മുട്ട നടു കീറിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഇളക്കി ഇളക്കി പാകമാക്കി എടുത്തു കേട്ടോ. കറി ശരിക്കും പാകമായി. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കണം. ഞാൻ മുട്ടയൊക്കെ വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. മുട്ട പൊട്ടിപ്പോകരുത് കേട്ടോ. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കറിയിൽ ഉപ്പ് കുറവായിരുന്നു. ഞാൻ വീണ്ടും 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം കറി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ കറി അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇത് സെർവ് ചെയ്യാം. ആ മുട്ടയിലേക്ക് ഈ കറിയുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 10-15 മിനിറ്റ് ഒന്നും ഇങ്ങനെ അടച്ചു വയ്ക്കാൻ പറയണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.